ഇപ്പോൾ കോൺഗ്രസ് എഴുതിത്തള്ളപ്പെട്ടു. ദേശീയ രാഷ്ട്രീയത്തിൽ സമീപഭാവിയിലൊന്നും കോൺഗ്രസ്സിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സാധ്യതയില്ല. 25-30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. സമീപഭാവിയിലൊരു സാധ്യതയില്ല. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ഓൾട്ടർനേറ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ, ആ മോഡൽ ജനങ്ങൾ അംഗീകരിച്ചു. അതിൻ്റെ നേരിട്ട് അനുഭവമുള്ള ആൾക്കാരാണ് കഴക്കൂട്ടത്തുകാർ. കാരണം നമ്മുടെ കഴക്കൂട്ടംകാരോട് ബൈപ്പാസ്, ഈവൻ ഈ കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവർ ഒറിജിനൽ പ്ലാനിൽ ഇല്ലാതിരുന്ന കാര്യമാണ്. കഴക്കൂട്ടംകാരോട് ബൈപ്പാസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് ശ്രീ നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്തെത്തി. ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ BJPയുടെ പ്രതിനിധി സംഘം നിതിൻ ഗഡ്കരിയെ കണ്ടിട്ട് നിവേദനം കൊടുക്കുകയാണ്. കഴക്കൂട്ടത്ത് നിന്ന് ഈ തുടങ്ങുന്ന ബൈപ്പാസ് വാസ്തവത്തിൽ അവരുദ്ദേശിച്ചിരുന്നത് കഴക്കൂട്ടം ജംഗ്ഷൻ ഇപ്പുറത്തുനിന്ന് തുടങ്ങാനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കഴക്കൂട്ടം ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്കിന് ഉൾപ്പെടെ പരിഹാരമാണെങ്കിൽ ഈ ബൈപ്പാസ് ഒരു ഫ്ലൈ ഓവറോടുകൂടി കഴക്കൂട്ടം ജംഗ്ഷൻ അപ്പുറത്തുനിന്ന് തുടങ്ങണം. നിതിൻ ഗഡ്കരി വളരെ വേഗതയിൽ തീരുമാനമെടുത്തു. വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നിവേദനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഡിസിഷൻ വന്നു. ആ ഡിസിഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കഴക്കൂട്ടത്ത് എല്ലാ ബ്രാൻഡുകളും അവരുടെ ഷോറൂംസ് ഓപ്പൺ ചെയ്യുകയാണ്.